9 മണി വാർത്തയിലേക്ക് വിശദമായി കടക്കുമ്പോൾ നേപ്പാളിൽ സമൂഹ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് നീക്കി. ജൻസി പ്രക്ഷോഭം ആളിപ്പടർന്നതോടെയാണ് ഈ നടപടി. അടിയന്തരമായി മന്ത്രിസഭാ യോഗം ചേർന്നുകൊണ്ടാണ് തീരുമാനമെടുത്തത്. പ്രക്ഷോഭത്തിൽ നിന്ന് പിന്മാറണമെന്ന് യുവാക്കളോട് നേപ്പാൾ വാർത്താവിതരണ മന്ത്രി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പ്രക്ഷോഭകർക്കെതിരായ പോലീസ് നടപടിയിൽ 19 പേർ കൊല്ലപ്പെടുകയും 300-ൽ അധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. അഭിലാഷ്, വലിയ പ്രതിഷേധം ആയിരുന്നു. ആയിരക്കണക്കിന് യുവാക്കൾ ആണ് തെരുവിൽ ഇറങ്ങിയത്. ഒടുവിൽ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നിരിക്കുന്നു നേപ്പാൾ സർക്കാരിന്. ഇത് പ്രക്ഷോഭത്തെ ശമിപ്പിക്കും എന്നാണോ സർക്കാർ പ്രതീക്ഷിക്കുന്നത്? അഭിലാഷ്, ഇപ്പോഴത്തെ ഈ സമരം രാജ്യത്ത് നിരോധിച്ച പ്രമുഖ സോഷ്യൽ മീഡിയ ആപ്പുകളുണ്ട്. ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ തുടങ്ങിയിട്ടുള്ള ആപ്പുകൾ നിരോധിച്ചിരുന്നു. ഇതിന് എതിരെയായിട്ടാണ് പ്രതിഷേധമെങ്കിലും പ്രതിഷേധത്തിനുള്ള പ്രധാന കാരണം ഇവയാണെങ്കിലും പ്രതിഷേധക്കാർ പറയുന്ന മറ്റു ചില ആരോപണങ്ങളുണ്ട്. അതായത് നേപ്പാൾ സർക്കാരിലെ അഴിമതി അവർ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നു. ഈ അഴിമതിക്കെതിരെയും സ്വജനപക്ഷപാതത്തിനെതിരെയും യുവാക്കൾ അടക്കം രംഗത്തെത്താൻ അവർക്ക് ഉള്ള ഒരു വഴിയെന്ന് പറയുന്നത് ഈ സമൂഹ മാധ്യമങ്ങളാണ്. ഇവയെ നിരോധിച്ചുകൊണ്ട് സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ തടഞ്ഞു നിർത്താനാണ് ഇപ്പോൾ ഈ KP ശർമ്മ ഒലി നയിക്കുന്ന സർക്കാർ മുന്നോട്ട് പോകുന്നത്. എതിരും കൂടെയാണ് ഇപ്പോൾ ഈ യുവാക്കൾ രംഗത്തെത്തിയെന്നുള്ളതാണ്. അവർ #നെപ്പോ ബേബീസ് നെപ്പോ കിഡ്സ് എന്നുള്ള ഹാഷ്ടാഗ് വെച്ചിട്ടുള്ള സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ നിരവധിയായി ഉന്നയിച്ചു വരുന്നു. അതായത് ഈ സർക്കാരിൻ്റെ കീഴിലുള്ള സർക്കാരിൻ്റെ മന്ത്രിമാരുടെ മക്കൾ വലിയ രീതിയിലുള്ള ആഡംബര ജീവിതമാണ് നയിക്കുന്നത്. ഈ ആഡംബര ജീവിതത്തെക്കുറിച്ച് അവർ സോഷ്യൽ മീഡിയയിലും റീലുകളിലൊക്കെ പറയുന്നുണ്ട്. ഇത്തരം റീലുകൾ ഈ മന്ത്രിമാരുടെ മക്കളടക്കം ലക്ഷറി കാറുകളിലും ആഡംബര ജീവിതങ്ങളുമൊക്കെ ഈ റീലുകളിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിനുള്ള പണം ഈ മന്ത്രിമാരുടെ മക്കൾക്ക് എവിടുന്ന് കിട്ടുന്നു എന്നുള്ളതാണ് ഈ പ്രക്ഷോഭകർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതായത് രാജ്യത്ത് കരമടയ്ക്കുന്ന ആൾക്കാരുടെ പണം അപഹരിച്ചു കൊണ്ടുപോയിട്ട് ഈ രാഷ്ട്രീയ നേതാക്കൾ അവരുടെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ചെലവഴിക്കുന്നു. പകരം ഇത്തരത്തിൽ ടാക്സ് അടയ്ക്കുന്ന സാധാരണക്കാർ വളരെ ശോഷിച്ച ജീവിതം നയിക്കുന്നു എന്നുള്ള ആരോപണങ്ങളാണ് ഈ സമരക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ 26 സോഷ്യൽ മീഡിയ ആപ്പുകൾ നിരോധിച്ചത് ഇത്തരം ആരോപണങ്ങളെ സർക്കാരിൽ നിന്ന് മാറ്റി നിർത്താനും സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുമാണ് ഇത്തരത്തിൽ ആപ്പുകളെ നിരോധിച്ചത് എന്നുമാണ് ഈ പ്രക്ഷോഭകർ പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് ആയിരക്കണക്കിന് ആളുകൾ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. ഇന്നലെ രാവിലെ മുതൽ കാഠ്മണ്ഡുവിലെ വിവിധ പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് യുവാക്കളാണ് സമരവുമായി ഇറങ്ങിയത്. ഈ സമരത്തെ നിയന്ത്രിക്കാൻ ഇറങ്ങിയ പോലീസുകാരുടെ നടപടിയിൽ 20ഓളം യുവാക്കൾക്കാണ് ജീവൻ നഷ്ടമായത്. 300ഓളം പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം. ഈ ഒരു സാഹചര്യത്തിലാണ് രമേശ് ലേഖക് എന്ന നേപ്പാളിന്റെ ആഭ്യന്തരമന്ത്രിക്ക് രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അതിശക്തമായ ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് സർക്കാരിന് അത്തരത്തിൽ ആഭ്യന്തരമന്ത്രിയെ രാജിവെപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി. മാത്രമല്ല, നിരോധിച്ച 26 ആപ്പുകൾക്കും വീണ്ടും പ്രവർത്തിക്കാനായിട്ട് അനുമതി കൊടുത്തിരിക്കുകയാണ് സർക്കാർ. ഇന്നലെ രാത്രി മുതൽ വീണ്ടും ഈ 26 ആപ്പുകൾ ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ തുടങ്ങിയിട്ടുള്ള 26 പ്രധാനപ്പെട്ട ആപ്പുകൾക്കും രാജ്യത്ത് പ്രവർത്തിക്കാനുള്ള അനുമതി സർക്കാർ തിരികെ നൽകിയിരിക്കുന്നു. 7 ദിവസത്തേക്കായിരുന്നു ഈ ആപ്പുകൾക്ക് താൽക്കാലികമായ നിരോധനം ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ ആ 7 ദിവസത്തെ നിരോധനം ഈ ശക്തമായ പ്രക്ഷോഭത്തിന് പിന്നാലെ സർക്കാരിന് നീക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. അതായത് വാർത്താവിനിമയ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ഇത്തരം രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സോഷ്യൽ മീഡിയ ആപ്പുകളും രജിസ്റ്റർ ചെയ്യണമെന്നായിരുന്നു ക്യാബിനറ്റിന്റെ തീരുമാനം. ആ തീരുമാനം അംഗീകരിക്കാത്ത 26 ആപ്പുകളെയാണ് താൽക്കാലികമായി നിരോധിക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച എത്തുകയും അതുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച മുതൽ ഈ വരുന്ന വെള്ളിയാഴ്ച വരെയായിരുന്നു ഈ 26 സമൂഹ മാധ്യമ ആപ്പുകൾക്കും നിരോധനം ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ അതിശക്തമായ പ്രക്ഷോഭം, ഒരു സാധാരണ നിലയിലുള്ള ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ ഒരു സമരം ഈ ഒരു സമരം മാറുമെന്ന് സർക്കാർ കരുതിയെങ്കിലും അവിടെ നിന്നില്ല. അവരുടെ കയ്യിൽ നിൽക്കാതെ അത് ഇന്നലെ രാവിലെ നേപ്പാളിൻ്റെ പതാകയും ദേശീയ ഗാനവും ഒക്കെ ചൊല്ലിക്കൊണ്ട് സമരക്കാർ തെരുവിലേക്ക് ഇറങ്ങുകയും അത് പിന്നീട് പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും വസതിയുടെ അടുത്തേക്കും പാർലമെന്റിന്റെ അടുത്തേക്കൊക്കെ എത്തിയപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുകയായിരുന്നു. അതാണ് അഭിലാഷ് സൂചിപ്പിക്കുന്ന പോലെ ഒരു ചെറിയ പ്രക്ഷോഭമായി തുടങ്ങുന്ന സാഹചര്യം. നേരത്തെ ബാൻ ചെയ്യപ്പെടാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ രൂപപ്പെട്ട ഒരു കൂട്ടായ്മ, അത് പിന്നീട്
ആയിരങ്ങളാകുന്നു, പതിനായിരങ്ങളായി മാറുന്നു എന്നുള്ളതാണ്. അഭിലാഷ് സൂചിപ്പിച്ച പോലെ ഇതിപ്പോൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ മാത്രമല്ല, മറ്റ് നഗരപ്രദേശങ്ങളിലൊക്കെ ഇത്തരം വലിയ യുവജന പങ്കാളിത്തം ഉണ്ടാകുന്നു. അതീവ സുരക്ഷാ മേഖലയിലേക്ക് അടക്കം കടന്നു കയറുകയും അവിടെ തീ വയ്ക്കുകയും നിരവധി വാഹനങ്ങൾ അടക്കം തകർക്കപ്പെടുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലം. അങ്ങനെ ഈ ഒരു പ്രതിഷേധം കൈവിട്ടു പോകുന്ന സാഹചര്യത്തിലാണല്ലോ അഭിലാഷ് ഇങ്ങനെ ഉള്ള വിലക്കുകൾ നീക്കിയിട്ടുള്ളത്. പക്ഷേ അപ്പോഴും ഈ പ്രതിഷേധങ്ങൾ ശമിപ്പിക്കാൻ സാധിക്കും എന്ന് പൊതുവെ വിലയിരുത്തുന്ന പശ്ചാത്തലമുണ്ടോ? കാരണം അഭിലാഷ് തന്നെ സൂചിപ്പിച്ചതുപോലെ പ്രതിഷേധത്തിന് കാരണം ഈ സോഷ്യൽ മീഡിയ ആപ്പുകൾ നിരോധിച്ചത് മാത്രമല്ല, അല്ലെങ്കിൽ വിലക്കിയത് മാത്രമല്ല, സ്വജനപക്ഷപാതം, അഴിമതി, സാമ്പത്തികമായ പ്രതിസന്ധി, യുവാക്കളുടെ തൊഴിലില്ലായ്മ, ഇത്തരം വിഷയങ്ങളെല്ലാം അതിരൂക്ഷമായി തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ രാജി കൊണ്ടോ ഈ വിലക്ക് പിൻവലിച്ചത് കൊണ്ടോ ഈ പ്രതിഷേധം അവസാനിക്കുന്നു എന്ന് കണക്കാക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല അഭിലാഷ്. കാരണം ഇപ്പോൾ ഈ ഒരു യുവാക്കളുടെ സമരത്തിന് പ്രതിപക്ഷത്തിന്റെ പിന്തുണ കൂടെ ലഭിച്ചിരിക്കുന്നു. മുൻ മന്ത്രിമാരടക്കം ഇപ്പോൾ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് യുവാക്കൾ അവരുടെ സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങളും ഒക്കെ പറയാനുള്ള ഒരു ആപ്പിനെ, പറയാനുള്ള ഒരു വഴിയെ അവർ സർക്കാർ അടച്ചിരിക്കുകയാണ്. അതുവഴി സർക്കാരിന് രക്ഷപ്പെടാൻ ഒരിക്കലും കഴിയില്ല. ഇപ്പോൾ മാത്രമല്ല, സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനായിട്ട് പ്രതിപക്ഷത്തിന് ഒരു വടി കൂടിയാണ് 20ഓളം യുവാക്കളുടെ മരണമെന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സർക്കാരിന് ആഭ്യന്തരമന്ത്രിയുടെ രാജി കൊണ്ട് ഈ ഒരു സമരത്തെ ചെറുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല, വരും ദിവസങ്ങളിൽ ഇപ്പോൾ ഉണ്ടായ ഈ ഒരു യുവാക്കളുടെ കൂട്ടായ്മ മറ്റൊരു പ്രതിപക്ഷ കൂട്ടായ്മയായി മാറുമോ? അതായത് സർക്കാരിനെതിരായിട്ടുള്ള ഒരു പ്രതിപക്ഷ കൂട്ടായ്മയായി മാറി അത് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഒരു സംഘമായി മാറുമോ എന്നുള്ള കാര്യത്തിലൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. കാരണം ഇത് ഇപ്പോഴത്തെ സമരം ഈ സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ ഒരു വികാരം രാജ്യത്ത് മൊത്തം അലയടിപ്പിക്കാൻ ഈ ഒരു സമര കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഇതൊരു സാധാരണ സമരമായി ഒരു സമൂഹ മാധ്യമങ്ങളെ ബാൻ ചെയ്തതിൻ്റെ ഒരു പ്രതികാരം എന്നോണം ഒരു സമരമായി മാത്രമായി മാറിയിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു അട്ടിമറിയിലേക്കുള്ളൊരു സാധ്യത ഉണ്ടാകില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ സർക്കാരിൻ്റെ അഴിമതിക്കെതിരെ, സ്വജനപക്ഷപാതത്തിനെതിരെ, സർക്കാരിലെ മന്ത്രിമാരുടെ മക്കൾ അവർ രാജ്യത്തെ ടാക്സ് കൊള്ളയടിച്ച് സ്വന്തം കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നു എന്നടക്കമുള്ള ശക്തമായ ആരോപണങ്ങൾ രാജ്യത്തെ മുഴുവൻ പൗരന്മാരിലേക്കും എത്തുന്ന, അല്ലെങ്കിൽ നേപ്പാളിന് പുറത്ത് ലോകത്തേക്ക് വരെ ചർച്ചയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം രാജ്യത്തിനകത്തു നിന്നും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ KP ശർമ്മ ഒലിയുടെ സർക്കാരിനെ വരെ അട്ടിമറിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു ശക്തമായ സംഘമായി ഇപ്പോഴത്തെ ഈ സമരത്തിന് ഇറങ്ങിയിട്ടുള്ള ചെറുപ്പക്കാരുടെ കൂട്ടായ്മ മാറി എന്ന് വേണം നമുക്ക് കരുതാൻ. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അലയൊലികൾ നേപ്പാളിൽ ഉണ്ടാകുമെന്നത് വ്യക്തമാണ്. എന്തായാലും ഇപ്പോഴത്തെ സർക്കാരിൻ്റെ നടപടി, ഈ ഒറ്റ ദിവസത്തെ 24 മണിക്കൂർ നീണ്ട സമരത്തിനുള്ളിൽ തന്നെ സർക്കാർ ഈ യുവാക്കളുടെ മുന്നിൽ മുട്ടുകുത്തിയിരിക്കുന്നു. അതാണ്, യുവാക്കളും കോളേജ് വിദ്യാർത്ഥികളും സ്കൂൾ കുട്ടികളും ഉൾപ്പെടെ ഉള്ളവർ ആയിരുന്നു ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായത്. മണിക്കൂറുകൾക്കകം തന്നെ സർക്കാരിന് വളരെ പ്രധാനപ്പെട്ട തീരുമാനം പിൻവലിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഏതാണ്ട് വെള്ളിയാഴ്ച വൈകിട്ടോടു കൂടിയാണ് ഈ കൂട്ടായ്മ രൂപപ്പെട്ടത്. പിന്നീട് ആ കൂട്ടായ്മ വലുതാവുകയും ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് കഴിഞ്ഞ ദിവസം പോവുകയും ആ സമരം വളരെ പെട്ടെന്ന് അക്രമാസക്തമാകുന്ന സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്ത സാഹചര്യം ആണ് ഉള്ളത്. എന്തായാലും നമ്മുടെ രാജ്യത്തിൻ്റെ അയൽരാജ്യം എന്ന നിലയിൽ അതിർത്തിയിൽ ഉൾപ്പെടെ നമ്മുടെ രാജ്യവും അതീവ ജാഗ്രത പുലർത്തുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്.